ശ്രീമദ് മഹാഭാഗവതത്തിലെ 6ാമത്തെ ദിവസത്തെ പാരായണം ആരംഭിക്കുകയാണ്. സപ്താഹയജ്ഞം ശ്രീ കുചേലോപാഖ്യാനമാണ് ഏറ്റവും മുഖ്യമായ ആ ഭാഗം ഇന്നത്തേത്. മറ്റ് എല്ലാ ഭഗവാന്റെ ചെറുപ്പകാലത്തുള്ള കളികളെല്ലാം ഇന്നലെ പാരായണം ചെയ്തു കഴിഞ്ഞു. ഇനി സെമന്തഭോഗ ആഖ്യാനം, ഭഗവാന്റെ ജാമ്പവതി, സത്യഭാമ, മറ്റുള്ള എല്ലാ ഭാര്യയും, കാളിന്നി, മിത്രവിന്ധ്യ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നിങ്ങനെയുള്ള മറ്റുള്ളവരുമായിട്ടുള്ള വിവാഹം, നരകാസുരനെ വധിച്ച് നരകാസുരൻ്റെ അടുത്തുള്ള 16,000 കന്യകമാരെ ഭഗവാൻ സ്വീകരിക്കുന്നത്, പിന്നീട് രാജസൂയം, കുറേ ഇങ്ങനെയുള്ള ഭഗവാന്റെ പല യജ്ഞങ്ങളും ഭാഗങ്ങളും വായിക്കാനുണ്ട്. അതിനുശേഷം ഏകാദശ സ്കന്ധത്തിലെ കുറച്ച് ഭാഗങ്ങളും പാരായണം ചെയ്തിട്ടാണ് ഇന്നത്തെ ശ്രീമദ് മഹാഭാഗവതം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി ഈ സപ്താഹയജ്ഞം ഭഗവാന് സമർപ്പിക്കുന്നതായിരിക്കും. ഇന്ന് ആ ഭഗവാന്റെ തിരുക്കല്യാണം ആ ശ്ലോകം ഒരു പ്രാവശ്യം കൂടി പാരായണം ചെയ്തിട്ട് ഇന്നത്തെ പാരായണം ദശമസ്കന്ധത്തിലെ 55 അധ്യായം മുതൽ ആരംഭിക്കുന്നതാണ്. പ്രദ്യുമ്നൻ്റെ ജനനവും ശംബരവധവും ആണ് ആദ്യത്തെ അധ്യായം. ഭഗവാൻ രുക്മിണി ദേവിയെ കല്യാണം കഴിച്ചതാണ്, ഇന്നലെ പാരായണം ചെയ്ത് വിവാഹം ചെയ്തതാണ്. അതിനുശേഷം ആദ്യം തന്നെ ഭഗവാന് ഉണ്ടാകുന്ന പുത്രൻ്റെ ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ശ്രീമദ് മഹാഭാഗവതത്തിൽ ആ പരീക്ഷിത് മഹാരാജാവ് ശ്രീശുകനോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ് ഓരോ കാര്യവും. ഓരോ മുഖ്യമായ കാര്യം കേൾക്കുമ്പോൾ അതിനെപ്പറ്റി എനിക്ക് വിശദമായി പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ ശ്രീശുക ബ്രഹ്മർഷി അത് പറഞ്ഞു കൊടുക്കുകയാണ്, ക്രമത്തിലല്ല. അതുകൊണ്ടാണ് സത്യഭാമയും ഭഗവാന്റെ മറ്റുള്ള വിവാഹങ്ങളൊന്നും പരാമർശിക്കാതെ രുക്മിണിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ഉടനെ ശംബരവധം, എത്രയോ കാലം കഴിഞ്ഞ് നടക്കുന്നതാണ് ശംബരവധവും. പ്രദ്യുമ്നൻ്റെ ജനനം കഴിഞ്ഞ് വളരെ കഴിഞ്ഞിട്ടാണ് ശംബരനെ വധിച്ച് പ്രദ്യുമ്നൻ തിരിച്ച് ദ്വാരകയിൽ വരുന്നത്. പക്ഷേ രുക്മിണി സ്വയംവരം കഴിഞ്ഞ ഉടനെ തന്നെ ആ ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദിവസങ്ങളുടെ ക്രമത്തിലല്ല പാരായണം. ഓരോരോ മുഖ്യ ഭാഗങ്ങൾ ശ്രീശുക ബ്രഹ്മർഷിക്ക് ഓർമ്മ വരുമ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേമാതിരി ഓരോ കാര്യം ചുരുക്കി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലെനിക്ക് ഇത് നന്നായിട്ട് അറിയണം എന്ന് പറഞ്ഞ് പരീക്ഷിച്ച് ചോദിക്കുമ്പോൾ ആ ഭാഗം വിശദമാക്കി പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ വിവാഹം പാരായണം ചെയ്തു. ഇന്ന് ആരംഭിക്കുന്ന അധ്യായം തന്നെ പ്രദ്യുമ്നൻ്റെ ജനനവും ശംബരവധവും ഒക്കെയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. രുക്മിണി സ്വയംവരത്തിൻ്റെ ഭാഗം. ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ ഭഗവൽ ഉഭയേ മേ കുരുദ്വഹ തഥാ മഹോത്സവം നൃണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂതനന്യ ഭാവാനാം കൃഷ്ണേയ യദുപദോ നൃപ നരാ നാര്യശ്ച മുദിത പ്രമൃഷ്ടമണികുണ്ഡല പാരിബർഹമുപാജഹ്രുർ വരയോശ്ചിത്രവാസസോ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തസ്സത്. ശ്രീമദ് മഹാഭാഗവത പാരായണം 6ാം ദിവസത്തേത് ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. അത് ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധ 55-തമോധ്യായ. ശ്രീശുകോവാച.
കാമസ്തു വാസുദേവാംശോ ദഗ്ധപ്രാഗുരുദ്രമന്യുന ദേഹോപപത്തയേ ഭൂയസ്തമേവ പ്രത്യപദ്യത സ ഏവ ജാതോ വൈദർഭ്യാം കൃഷ്ണവീര്യസമുത്ഭവ പ്രദ്യുമ്ന ഇതി വിഖ്യാത സർവതോ നവമപ്യുദു തം ശംഭര കാമരൂപീ ഹൃത്വാ തോകമനിർദശം സ വിദിത്വാത്മനഃശത്രും പ്രാസ്യോദ്ദന്വത്യഗാഗൃഹം തം നിർജഗാര ബലവാൻ മീനസ്സോപ്യപരേശഃ വൃദോ ജാലേന മഹതാ ഗൃഹീതോ മത്സജീവഭി തം ശംബരായ കൈവർത്ത ഉപാജഹ്രുരുപായനം സുധാമഹാനസം നീത്വാ വദ്യൻ സ്വാതിദിനാത്ഭുതം ദൃഷ്ടാ തതുദരേ ബാലം മായാവത്യേന വേദയൻ നാരദോ കഥയത് സർവം തസ്യാ സംഗീത തേജസാ ബാലസ്യ തത്വമുത്പത്തിം മത്സ്യോദരനിവേശനം. ഈ പ്രദ്യുമ്നൻ കാമദേവന്റെ വീണ്ടുമുള്ള ജനനമാണ്. ശിവഭഗവാൻ കാമദേവനെ ദഹിപ്പിച്ച് കാമദേവന്റെ ശരീരം നശിച്ചപ്പോൾ പ്രദ്യുമ്നായിട്ട് ശ്രീ കൃഷ്ണഭഗവാനിലും രുക്മിണിയിലും അവതരിക്കും, എന്നിട്ട് ശംബരനെ വധിക്കും എന്ന് പറഞ്ഞു. ശംബരൻ ഒരു അസുരനാണ്, ദുഷ്ടമനുഷ്യനാണ്. അപ്പോൾ ഈ ശംബരൻ പ്രദ്യുമ്നൻ ഉണ്ടായ ഉടനെ രുക്മിണി ദേവി പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ കട്ടുകൊണ്ടുവന്ന് കടലിൽ എറിയുകയാണ്. കടലിൽ എറിഞ്ഞപ്പോൾ അവിടെ ഒരു മത്സ്യം ആ കുഞ്ഞിനെ വിഴുങ്ങി. ആ മത്സ്യത്തെ ഒരു മുക്കുവൻ പിടിച്ചിട്ട് അത് ശംബരന് തന്നെ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. ഈ ശംബരൻ്റെ അടുത്ത് മായാദേവിയായിട്ട് കാമദേവന്റെ ഭാര്യ ജോലിക്ക് നിന്നിരുന്നു. എന്തെന്നാൽ അവിടെ ഈ പ്രദ്യുമ്നനെ കൊണ്ടുവരും. അങ്ങനെ പ്രദ്യുമ്നനെ തനിക്ക് ലഭിക്കും. തൻ്റെ ഭർത്താവായ കാമദേവനാണ് പ്രദ്യുമ്നൻ എന്ന് അറിയുന്നത് കൊണ്ട് നാരദൻ പറഞ്ഞറിഞ്ഞ് രതീദേവി അവിടെ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. പാചകമായിരുന്നു രതീദേവിയുടെ ജോലി. ആ മത്സ്യത്തെ മുറിച്ച് നോക്കുമ്പോൾ കിട്ടിയ കുഞ്ഞ് തൻ്റെ ഭർത്താവാണെന്ന് മനസ്സിലാക്കി വളർത്തിക്കൊണ്ടുവരുന്നു. ആ മകൻ ഇത് നിങ്ങൾക്ക് വായന നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് മുൻകൂട്ടി പറഞ്ഞു തരുന്നത്. ഇല്ലെങ്കിൽ നാം എന്താണ് വായിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ അത് വായിക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരു അമ്മയുടെ സ്നേഹമല്ലാത്ത ഒരു വ്യത്യാസ സ്നേഹം കാണിക്കുമ്പോൾ മകൻ പ്രദ്യുമ്നൻ ചോദിക്കുകയാണ്, അമ്മയായി പെരുമാറാതെ എന്നോട് എന്താണ് താങ്കൾ വ്യത്യസ്തമായി പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ ഭർത്താവാണ്, മകനല്ല. എൻ്റെ ഭർത്താവിൻ ശിവഭഗവാൻ ശിവഭഗവാൻ അമ്പെയ്ത് പാർവതി ദേവിയോട് സ്നേഹം ജനിപ്പിക്കുവാൻ വേണ്ടി ആവശ്യത്തിന് ഒരു പ്രാവശ്യം അമ്പെയ്തു. വീണ്ടും അമ്പെയ്തപ്പോൾ ശിവഭഗവാന് എന്തോ സംശയം തോന്നി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആ കണ്ണിൻ്റെ അഗ്നിയിൽ ദഹിപ്പിക്കുകയാണ് ഉണ്ടായത്. അനാവശ്യത്തിനും നല്ല കാര്യമാണെങ്കിലും സ്ഥലവും സമയവും നോക്കാതെ പ്രവർത്തിച്ചാൽ നമുക്ക് അത് ദോഷകരമാവും എന്ന് ഈ പ്രവൃത്തി കാണിക്കുന്നു എന്നുകൂടി നാം ചിന്തിക്കണം. അങ്ങനെ ആ പ്രദ്യുമ്നനോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഭർത്താവാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള സ്നേഹം കാണിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവിധ മായാവിദ്യകളും ആയുധവിദ്യകളുമൊക്കെ രതീദേവി പ്രദ്യുമ്നന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സമയമാകുമ്പോൾ ശംബരനെ വെല്ലുവിളിച്ച് ശംബരനെ എതിർത്ത് വധിച്ച് അവർ ദ്വാരകയിലേക്ക് പോകുന്നതാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ദ്വാരകയിലെത്തിയപ്പോൾ രുക്മിണി ദേവിക്ക് ഇത് തൻ്റെ പുത്രനാകാം എന്ന് തോന്നുന്നു. സ്തനം ചുരക്കുകയും ഒക്കെ ചെയ്യുകയാണ്. കണ്ടാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ തന്നെയുണ്ട്. പ്രായവും ഏകദേശം ആ കട്ടുകൊണ്ടുപോയ സമയത്തിനനുസരിച്ച് നോക്കുമ്പോൾ പ്രായവും ശരിയായിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നാരദനും അവിടെ എത്തി എല്ലാ കഥയും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ സന്തോഷമായി മകനെ സ്വീകരിച്ച് കഴിയുന്നു എന്നതാണ് ഈ അധ്യായത്തിലെ പരാമർശനം. ദൃഷ്ട്വാ തതുദരേ ബാലം മായാവത്യേന വേദയൻ നാരദോ കഥയത് സർവം തസ്യാ സംഗീതചേതസാ ബാലസ്യ തത്വമുത്പത്തിം മത്സ്യോദരനിവേശനം സാ ച കാമസ്യ വൈപത്നി രതിർനാമ യശസ്വിനി പത്യുർനിർദഗ്ധദേഹസ്യ ദേഹോത്പത്തിം പ്രതീക്ഷതി. തൻ്റെ പതിയുടെ ദേഹത്തിൻ്റെ ഉൽപ്പത്തി പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു രതിദേവി. നിരൂപിത ശംഭരേണ സാ സൂപോദന സാധനെ കാമദേവം ശിശും ബുദ്ധ്വാ ചക്രേ സ്നേഹം തഥാർഭഗേ നാദിദീർഘേണ കാലേന സ കാശ്മീരൂഢയൗവന ജനയാമാസ നാരീണാം വീക്ഷന്തീനാം ച വിഭ്രമം സാ തം പതിം പത്മദളായ ദേക്ഷണം പ്രലംബബാഹും നരലോകസുന്ദരം സവ്രീഡഹാസോത്തഭിദഭ്രുവൈക്ഷതി
പ്രീത്യോപതസ്തേ രതിരംഗസൗരതേ താമാഹ ഭഗവാൻ കാശ്മീർ മാതാസ്തേ മതിരന്യത മാതൃഭാവം അതിക്രമ്യ വർത്തസ്യേ കാമിനീയത. മാതൃഭാവം അതിക്രമിച്ചിട്ട് കാമിനി മാതിരി എന്തുകൊണ്ടാണ് ഉള്ളത് എന്ന് ചോദിക്കും. രതിരുവാച ഭവാൻ നാരായണസുത ശംബരീനോ ഹൃദാഹൃദാത് അഹം തേതി കൃതാ പത്നി രതി കാമോ ഭവാൻ പ്രഭോ. അവിടുന്ന് കാമദേവനാണ്, ഞാൻ നിങ്ങളുടെ ഭാര്യയായ രതിയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. യേശത്വാ നിർദ്ദശം ചിന്താ വക്ഷിപം ചംബരോസുര മത്സ്യോഗ്രസി തതുദരാ ഇഹ പ്രാപ്തോ ഭവാൻ പ്രഭോ തമിമം ജഗി ദുർദർശം ദുർജയം ശത്രുമാത്മന മായാശതവിദം ത്വം ച മായാഭിർമോഹനാദിഭി പരിശോചതി തേ മാതാ കുലജീവ ഗതപ്രജ പുത്രസ്നേഹാ കുലാദീന വിവത്സാ ഗൗരിവാതുര പ്രഭാഷൈവം ദദോ വിദ്യാം പ്രദ്യുമ്നായ മഹാത്മനെ മായാവതി മഹാമായാം സർവമായാ വിനാശിനീം സച്ച ചംബരമഭ്യേത്യ സംയുഗായ സമാഹ്വയത് അഭിഷേകൈസ്തമാക്ഷേപേ ക്ഷിപൻ സജ്ജനയൻ കലിം സോദിക്ഷിപ്തോ ദുർവജോബി പാദാഹത ഇവോരഗ നിശ്ചക്രാമ ഗദാപാണിർ അമർഷാതാമ്രലോചന ഗദാമാവിദ്യതരസ പ്രദ്യുമ്നായ മഹാത്മനി പ്രക്ഷിപ്യ വനദന്നാദം വജ്രനിഷ്പേഷനിഷ്ഠുരം താമാപദന്തീം ഭഗവാൻ പ്രദ്യുമ്നോ ഗദയാ ഗദാം അപാസ്യ ശത്രവീകൃത പ്രാഹിനോ സ്വഗതാം നൃപ. സമയമാകുമ്പോൾ ആ ചമ്പരനെ വെല്ലുവിളിച്ച് തൻ്റെ ഗത കൊണ്ട് അവനെ വധിക്കുകയും സജ മായാം സമാശ്രിത്യ ദൈത്യേയി മായദർശന